ഹായ്, ഇന്ന് നമ്മൾ വളരെ ചെറിയൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ പേര് കോബ് ഡോഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നാണ്. അമേരിക്കയിലെ കുറേ ഇൻഡസ്ട്രീസിനെ കുറിച്ച് പഠിച്ച രണ്ട് എക്കണോമിസ്റ്റുകളിലെ ഇൻഡസ്ട്രിയലിസ്റ്റാണ് സി ഡബ്ല്യു കോബും പോൾ എച്ച് ഡോഗ്ലാസും. അപ്പോൾ ഇവരുടെ അനുഭവത്തിൽ ഇവർ കണ്ടെത്തിയ കാര്യങ്ങളെക്കുറിച്ചാണ് കോബ് ഡോഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ പറയുന്നത്. നമുക്ക് എന്താണെന്ന് നോക്കാം. The production function put forward by C.W. Cobb and Paul H. Douglas. D-O-U-G-L-A-S. Douglas on the basis of empirical study made on American industries is called Cobb-Douglas production function. Cobb-Douglas production function. ഇതിനെ CD ഫംഗ്ഷൻ എന്നും പറയാറുണ്ട് കേട്ടോ. CD ഫംഗ്ഷൻ എന്നും പറയാറുണ്ട്. അതിനെ കാണിക്കാൻ ഉപയോഗിക്കുന്നത് Q is equal to x1 ആൽഫ x2 ബീറ്റ എന്നാണ്. Q എന്ന് പറയുന്നത് ഔട്ട്പുട്ടാണ്. x1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഫാക്ടർ, x2 എന്ന് പറയുന്നത് സെക്കൻഡ് ഫാക്ടർ. അപ്പോൾ ആൽഫയും ബീറ്റയും ആ രണ്ട് ഫാക്ടറുകളുടെയും കോഎഫിഷ്യൻ്റുകളായിട്ടാണ് എഴുതുന്നത്. അതായത് രണ്ട് ഫാക്ടറുകൾ മാത്രമുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഔട്ട്പുട്ട് ആ ഫാക്ടറുകളിൽ വരുത്തുന്ന മാറ്റത്തിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് കോബ് ഡോഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു 1 ആണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ കാണിക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് കോബ് ഡോഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും മതി നമുക്ക്